നമസ്കാരം. ഇസ്രായേലിലെ ടെലവീവിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ആക്രമണം നടത്താനായിരിക്കും. കാരണം തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട്. ഇറാന്റെ ദ്വീപ് എണ്ണ സംഭരണശാലയൊക്കെ തകർക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ തിരിച്ചടി കൊടുക്കാനായിരിക്കണം ഇറാന് ഇസ്രായേലിലേക്ക് ആഞ്ഞടിക്കാനുള്ള തീരുമാനം ഉണ്ടാവും. ജനങ്ങൾ കൊല്ലപ്പെടേണ്ട, സാധാരണക്കാരല്ലേ, ജനങ്ങളല്ലേ, അവരുടെ ജീവൻ അപായപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസമാണ് യുദ്ധത്തിൽ. ഈ പ്രധാന വ്യത്യാസം നമ്മുടെ ചാനലുകളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധിക്കാനൊന്നുമില്ല, പ്രതിരോധിക്കാൻ കഴിയില്ല, പ്രതിരോധ സംവിധാനങ്ങളില്ല. അവരുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടും, അവരുടെ ഭരണ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടും. അതുപോലെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് തന്നെ ആക്രമിക്കുന്നവർക്ക് അറിയാം, തകർക്കപ്പെടുന്നവർക്കറിയാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് വീഴുന്നത്, എങ്ങനെയൊക്കെയാണ് വീഴുന്നത് എന്ന് മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി. വീഴുമെന്ന് ഉറപ്പാണ്, തകർക്കുമെന്ന് ഉറപ്പാണ്. ഇവരുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളും നേതാക്കളും എല്ലാം കൊല്ലപ്പെടുമെന്നും തകർക്കപ്പെടുമെന്നും ഒക്കെ അവർക്ക് ഉറപ്പാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ താരതമ്യേന സുരക്ഷിതരാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. മാത്രമല്ല, അവർക്ക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, അയൺഡോമുകളുണ്ട്, മറ്റു പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. വല്ല മിസൈലോ ബോംബോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ തടയിടാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അത് മാത്രമല്ല, അവരുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും, ഏകദേശം മുഴുവൻ ജനങ്ങളെയും, ഏതാണ്ട് 70% കൺഫേം ആയിട്ടും ബാക്കിയുള്ളവരെ പരോക്ഷമായിട്ടും ഒക്കെ ഭൂമിക്കടിയിൽ സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനങ്ങൾ, ബങ്കറുകൾ അവർക്കുണ്ട്. അതായത് ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള സംവിധാനമുണ്ട്, പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തകർത്തെറിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ആരെങ്കിലും ചെയ്യാൻ. ഇത് ഇറാൻ എന്നല്ല, ആരെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രധാന ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അവരുടെ ധൈര്യം മനസ്സിലാവും. ഇസ്രായേലിന്റെ ധൈര്യം എന്താണ്? അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള ബങ്കർ സംവിധാനങ്ങളും മറ്റുമാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളെ സുരക്ഷിതരാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളോ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളോ ഒന്നും സുരക്ഷിതമാക്കി വെക്കാനുള്ള യാതൊരു സംവിധാനവും അവർക്കില്ല. അതായത് പ്രതിരോധ സംവിധാനങ്ങളില്ല. അടി കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം എന്താണ്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിച്ച് നിൽക്കാം, എന്നിട്ട് തിരിച്ചു കൊടുക്കാം എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവർക്ക് കണ്ണും പൂട്ടി അടിക്കാം എന്നതാ, യാതൊരു കണ്ടീഷനും വരില്ല. കാരണം ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അവർക്ക് ബങ്കറുകളും മറ്റു സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ വരുമ്പോൾ തിരിച്ചടി കൊടുക്കുമ്പോൾ മറുഭാഗത്ത് വമ്പൻ തകർച്ച വന്നു കഴിഞ്ഞാലും ഇറാനെ ആരും കുറ്റം പറയില്ല. കാരണം ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതുതന്നെയാണ് ലോകം ഭയപ്പെടുന്നതും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം രൂപ മാത്രം ചെലവുള്ള, അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിന് താഴെ മാത്രം ചെലവുള്ള ഡ്രോണുകളും അതുപോലെ മിസൈലുകളും ഒക്കെയാണ് ഇറാൻ തൊടുത്തുവിടുന്നത്. അങ്ങനെ തൊടുത്ത് ഇസ്രായേലിലേക്ക് വിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 30-40 കോടി വിലയുള്ള പേറ്ററ്റ് പോലുള്ള മറ്റു മിസൈലുകളാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിടുന്നത്. അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തകർക്കാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നാണ്. അവരുടെ മിക്കവാറും എല്ലാ അയൺഡോമുകളൊക്കെ തകർന്ന തരിപ്പണമായി പലയിടത്തും. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ സൈറൺ പോലും അടിക്കാതെ, അതായത് ഇസ്രായേൽ ജനത ഒന്നും അറിയാതെ അവർക്ക് ബങ്കറുകളിൽ ഉൾക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ വന്ന് വീഴുന്നുണ്ട്. വളരെ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഇസ്രായേലിന് ആ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നതിന്റെ തെളിവ് തന്നെയാണത്. ഈ ഒരു അവസരത്തിലാണ് ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ടെൽ അവീവിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നതായി കണ്ടു. ഇറാനിലെ കുറച്ച് നേതാക്കന്മാരെ കാണിച്ചു കൊടുത്ത്, നേതാക്കന്മാരെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ട് ഇവരൊക്കെ ഇറാനിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ $10 ലക്ഷം. $10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, 150 കോടി രൂപയുണ്ട്. ചെറിയ എമൗണ്ട് അല്ലത്. ഒരാള് ഒളിച്ചിരുന്നത് 150 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു 3-4 തലമുറ എങ്ങനെയൊക്കെ ചെലവഴിച്ചാലും തീരാത്ത വിധത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത്രയും വലിയ എമൗണ്ട് വാഗ്ദാനം ചെയ്തു. അതൊരു തരം കളിയാക്കലായിരുന്നു എന്ന് ഇറാൻ അറിയാം. അതിന് തക്ക മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭരണകൂടം കൊടുത്തിട്ടുള്ളത്. ഖുദ്സുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഭരണാധികാരികളൊക്കെ തെരുവിലായിരിക്കും. അന്ന് അവിടുത്തെ പ്രസിഡന്റ്, പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, സ്പീക്കർ, ഫിനാൻസ് മിനിസ്റ്റർ, കൃഷി മന്ത്രി, ടൂറിസം മന്ത്രി, അങ്ങനെ മിക്കവാറും എല്ലാ മന്ത്രിമാരും ഉണ്ട്, കൂട്ടത്തിലുണ്ട്. അവരുടെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും തെരുവിൽ, ടെഹ്റാനിൽ തെരുവിൽ ജനങ്ങളോടൊപ്പം നടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ അത് പങ്കുവയ്ക്കുകയാണ്. നോക്കൂ, ഈ ഒരാളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 150 കോടി രൂപ തരാമെന്ന് പറയുന്ന സ്ഥലത്ത്, അവരൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ്
അവരെയൊക്കെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ഇറാന്റെ മന്ത്രിമാർ തെരുവിലൂടെ നടക്കുന്നത്. ഏത് തെരുവിലൂടെ? ടെഹ്റാൻ ചുട്ടുകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്നിട്ട്. അതേ ടെഹ്റാന്റെ തെരുവീതികളിലൂടെ അവിടുത്തെ ജനങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. അതോടൊപ്പം അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഏത് അടുപ്പിലാണ് ഒളിച്ചിരിക്കുന്നത്? അവരൊക്കെ ഏത് ബങ്കറിലാണ്, എവിടെയാണ് ഉള്ളത്? ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. തസ്നീമിന്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പരിക്കോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നെതന്യാഹുവിനെ പുറലോകം കാണുന്നില്ല. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിൻ്റെതായിട്ടുള്ള ഒരു സ്പീച്ച് പുറത്തു വന്നിരുന്നു. ആ പുറത്തു വന്ന സ്പീച്ചിലാകട്ടെ വിരലുകൾ 6 ഉണ്ട്. അതായത് AI സ്പീച്ച് ആണോ സംശയമുണ്ട്. AIയില് ചില സമയത്ത് വിരൽ 6 വരും, ചില സമയത്ത് 5 വരും. അതങ്ങനെയാ, ചിലത് വിരൽ കൂടിച്ചേർന്നൊക്കെ ഇരിക്കും. AIക്ക് അത് മാത്രം കൊണ്ട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല എല്ലാ സമയത്തും ആ ഫേസ് ഒരുപോലെ നിലനിർത്താനും കഴിയുന്നില്ല. ഒരു AI ഇമേജ് തന്നെയാണോ അല്ലെങ്കിൽ AI വീഡിയോ ആണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ടുകൾ അത്രത്തോളം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പുറത്തേക്ക് വരാത്തത്? നിങ്ങളുടെ നേതാക്കന്മാർ എവിടെ? ഞങ്ങളുടെ നേതാക്കന്മാർ ജനങ്ങൾക്കൊപ്പം തെരുവില് നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെഹ്റാന്റെ തെരുവിലുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളും എവിടെ? ഏത് അടുപ്പിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്? തിരിച്ചു ചോദിക്കാൻ അതിന് മറുപടിയില്ല. ട്രംപിന് അതിന് മറുപടിയില്ല. 150 കോടി രൂപ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇവരെല്ലാവരും, ഈ മന്ത്രിമാരും ഈ സ്പീക്കറും അവരുടെ ഉദ്യോഗസ്ഥരും മുഴുവൻ നിരന്നു പോയിട്ടും ഒരാൾ പോലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ സ്ഥലത്ത് പോലും സുരക്ഷിതമല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇവർ നടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീണ് പൊട്ടുന്നുണ്ട്. എന്നാലും അവർ ഒളിച്ചോട്ടുമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതായത് അവർക്കറിയാം അവരുടെ ദേശം എങ്ങനെയായാലും പ്രതിരോധത്തിൽ മറ്റുള്ളവരെ തകർക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇറാനെ തകർത്തുകൊണ്ടിരിക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണും പൂട്ടിയുള്ള അടിയാണ്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള തസ്നിമിന്റെ വാദത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് എവിടെ, നിങ്ങളുടെ ഭരണാധികാരികൾ എവിടെ എന്ന ചോദ്യത്തിന് ഇറാൻ പറയുന്ന മറുപടി, അതായത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കയിൽ നിന്ന് ചിലര് നെതന്യാഹുവിനെ കാണാൻ ഇസ്രായേലിലെത്തി. എന്നാൽ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാന നിമിഷം റദ്ദാക്കി. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ നെതന്യാഹു സന്ദർശിച്ചു എന്നുള്ള വാർത്തകളുമുണ്ട്. അതായത് ഇറാന്റെ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും ഒക്കെ തകർന്ന പ്രദേശങ്ങളിലും അതുപോലെ പരിക്കുപറ്റിയ ജനങ്ങളുള്ള പ്രദേശത്തും ഒക്കെ ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. കാരണം അമേരിക്കയുടെ പ്രതിനിധികൾ നെതന്യാഹുവിനെ കാണാൻ അവിടെ വന്നപ്പോൾ അവസാന നിമിഷം അത് റദ്ദ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിന് എന്തോ സംഭവിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരികയാണ്. ഇസ്രായേലിന് പ്രതിരോധവുമുണ്ട്, അവരുടെ ആക്രമണ പ്രഹരശേഷിയുമുണ്ട്. എന്നാൽ ഇറാൻ ആ പ്രഹരശേഷി മാത്രമേ ഉള്ളൂ. ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് മേൽ പ്രഹരശേഷി വിജയിക്കുന്ന ഒരു സന്ദർഭമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇറാൻ പരമാവധി പ്രഹരശേഷി ഇസ്രായേൽ മേൽ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്നതും. അത് തന്നെയാണ് എണ്ണയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലോകരാജ്യങ്ങളെ ആകെ സങ്കടപ്പെടുത്തുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും. കാരണം പ്രഹരശേഷി മാത്രം കൈമുതലാക്കിയിട്ടുള്ള പ്രതിരോധ ശേഷി ഇല്ലാത്ത ഇറാനെ സംബന്ധിച്ചിടത്തോളം കണ്ണും പൂട്ടി അടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവരുടെ എണ്ണ ശേഖരങ്ങളെ ഒക്കെ അമേരിക്ക കണ്ണുവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏതൊക്കെ വിധത്തിലാണ് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു വശത്തുനിന്ന് സമാധാനം ഉണ്ടാകാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്തുനിന്ന് അത് എങ്ങനെ കത്തിക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.